സംസ്ഥാനം ഒന്നടങ്കം ഉറ്റുനോക്കിയ 2025 കീം എക്സാമിൽ 100% മാർക്കോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ജോൺ ഷിനോജ്. മൂവാറ്റുപുഴ സ്വദേശിയായ ജോൺ BSNL-ൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ ഷിനോജിന്റെയും അസിസ്റ്റന്റ് പ്രൊഫസറായ അനീറ്റയുടെയും മകനാണ്. മാന്നാനം KE സ്കൂളിൽ +1+2 പഠനത്തോടൊപ്പം ബെർലിനിലെ എൻട്രൻസ് കോച്ചിംഗ് നേടിയാണ് ജോൺ ഈ മികച്ച വിജയം സ്വന്തമാക്കിയത്. കീം എക്സാം കൂടാതെ 2025-ലെ JEE മെയിൻ എക്സാമിൽ 2101 കീം എക്സാം കൂടാതെ 2025-ലെ JEE മെയിൻ എക്സാമിൽ 2101 റാങ്കും JEE അഡ്വാൻസിൽ 3553 റാങ്കും ജോൺ ഷിനോജ് കരസ്ഥമാക്കി. കീം റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എല്ലാ എക്സാമിലും ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ വർഷവും മുൻപിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജോൺ ഷിനോജ് ആണ്. ആദ്യമേ തന്നെ മോനെ എല്ലാവിധ ആശംസകളും. വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഈ വർഷവും ബ്രില്യൻ സ്റ്റഡി സെന്ററിന് അഭിമാനമായി മുന്നിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോൺ ഷിനോജിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമുക്കറിയാം. ജോൺ ഷിനോജ്, നാട്, പേരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, എല്ലാം ഒന്ന് പറയാം. എൻ്റെ വീട് കല്ലൂർക്കാടാണ്, മൂവാറ്റുപുഴയിലെ കല്ലൂർക്കാട്. എൻ്റെ അമ്മ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും, പേര് അനിത തോമസ്. അച്ഛൻ്റെ പേര് ഷിനോജ് വട്ടക്കുഴി. അപ്പൻ BSNL ഡിവിഷൻ എഞ്ചിനീയർ. ഓക്കെ, അപ്പോൾ ജോൺ ഈ വലിയ നേട്ടം കൈവരിച്ചത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ പരിശീലനത്തിലൂടെയാണെന്ന് പറയുമ്പോൾ ആ സ്കൂൾ കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻസ് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവില്ല. ജോൺ ഷിനോജ് പഠിച്ചത് KE സ്കൂൾ മാന്നാനത്താണ്. KE സ്കൂൾ മാന്നാനത്ത് പഠിക്കെ +1+2 പഠന കാലഘട്ടത്തിൽ ബ്രില്യന്റിലെ എൻട്രൻസ് പരിശീലനം നേടിയാണ് ജോൺ ഈ വലിയ നേട്ടം കൈവരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കീമിലൊക്കെ വരുന്ന വർഷം 2026-ലൊക്കെ ഇതുപോലെ തന്നെ 100%-ലൊക്കെ നേടി മുൻപന്തിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ജോണിന്റെ ഒരു പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ കീമിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ JEE മെയിനും JEE അഡ്വാൻസിന് വേണ്ടി പഠിച്ചപ്പോൾ, പിന്നെ നന്നായിട്ട് NCERT ലെവൽ തിയറി എല്ലാം ഓക്കെ ആയപ്പോൾ കീം അത്രയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എന്നുവെച്ചാൽ അതായിട്ട് ഫോക്കസ് ചെയ്തില്ല. പക്ഷെ എന്നാലും JEE മെയിൻ ലെവലിൽ നന്നായിട്ടാവുമ്പോൾ കീം ഓബ്വിയസ്ലി അതിൻ്റെ തിയറി എല്ലാം പക്കയായി വരുമ്പോൾ കീമും നന്നായിട്ട് വരുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.